വെറുതെ ഇരുന്ന് ബോറടിച്ചവരുണ്ടോ? എന്നാൽ എൻ്റെ കൂടെ പോരെ കേട്ടോ. നല്ല കുറച്ച് സ്ഥലങ്ങളും കുറച്ച് കാഴ്ചകളും കാണിച്ചു തരാവേ. എനിക്കിന്നൊരു ഓഫായിരുന്നു കേട്ടോ. കുട്ടീസിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളൂ. അപ്പോൾ പിള്ളേരെയും കൂട്ടി ഇപ്പോൾ അതുപോലെ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ആക്ച്വലി ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. എന്തായാലും നഷ്ടമായില്ല. ദാ ഇത് നമ്മുടെ അരയന്നത്തിൻ്റെ ഗോത്രവർഗത്തിൽപ്പെട്ട എന്തോ ഒരു ജീവിയാണ് കേട്ടോ. ഇറ്റാലിയിൽ ഇതിന് ചിന്നി എന്നാ പറയുന്നതാണ് എൻ്റെ കുഞ്ഞിന് എനിക്ക് പറഞ്ഞു തന്നത്. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം അവൻ എന്നോട് പറഞ്ഞു, അമ്മ ഇതിൻ്റെ അടുത്തേക്ക് അധികം പോവണ്ട, ചിലപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോയതേ ഇല്ല കേട്ടോ. പാവം, ഞങ്ങളുടെ കുരുത്തക്കേടുകൾ കണ്ട് അവർക്ക് പേടിയായെന്നാണ് ഇപ്പം ചെറിയൊരു സംശയം. കുറച്ച് കഴിഞ്ഞപ്പം ഇവരെല്ലാം കൂടെ വാലെ വെള്ളത്തിലേക്ക് ഇറങ്ങി. കാരണം ഇതൊരു പുഴയുടെ സൈഡാണ് കേട്ടോ. നല്ല രസമാണ് എല്ലാവരുടെയും കൂടെ നടുക്കിങ്ങനെ നിൽക്കാനായിട്ട്. അവർ മേത്തേക്ക് വരുമോ എന്നുള്ളൊരു ചെറിയ പേടി മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഈ ബഹളം കണ്ടിട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടി ഈ പുഴയിലേക്ക് ഇറങ്ങി അവർ അപ്പുറത്തേക്ക് യാത്രയായി കേട്ടോ. കുഞ്ഞു കുഞ്ഞു യാത്രകളാണെങ്കിലും ഇതൊക്കെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്നതല്ലേ. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സിക്ക് ലീവ് എടുത്ത് വീട്ടിയിരിക്കും, അല്ലെങ്കിൽ നമ്മളത് കെയർ ചെയ്യും. നമ്മുടെ മനസ്സിനൊരു മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ആരൊക്കെ അങ്ങനെ ഒരു ലീവ് എടുക്കാറുണ്ട്? ആരും ഇല്ലെന്നാട്ടോ എനിക്ക് തോന്നുന്നത്. മനസ്സ് നമ്മൾ ഏറ്റവും അവസാനം കെയർ ചെയ്യുന്ന സംഭവം അല്ലേ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മനസ്സല്ലേ എല്ലാം. മനസ്സ് ശരിയല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടിയും കുറച്ച് സമയമൊക്കെ കണ്ടെത്തണം. അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ട കാര്യങ്ങളാന്നേ. ജീവിതത്തിൽ തിരക്കും മടുപ്പും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് മുമ്പോട്ട് പോകാതെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഏറ്റവും സന്തോഷമായിട്ട് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കണം. അതല്ലേ നല്ലത്. നമുക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് എത്ര കുഞ്ഞു കാര്യമാണെങ്കിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തങ്ങ് ജീവിച്ചാൽ മതിയെന്നേ. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കണ്ട. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുത്താൽ തന്നെ ജീവിതം കളർഫുൾ ആയിക്കോളും. അതുമല്ല, ഒരു ടിപ്പ് കൂടി പറയാട്ടോ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാതിരുന്നാൽ മതി. അവർക്കതുണ്ടല്ലോ എനിക്ക് എന്തില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. നമുക്ക് എന്തുണ്ടോ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഞാൻ ഈ ഉപദേശം മുഴുവൻ ആരോടായി പറയുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരു ധ്യാനം കൂടാൻ പോയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ലീവിന് പോയപ്പം. അതിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ. ഇത് പണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ധ്യാനവും നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയുള്ള റീഫ്രഷ്മെൻറ്റുകൾ നല്ലതാന്നേ. ജീവിതം എന്താണെന്നും ജീവിതത്തിൽ പല തിരിച്ചറിവുകൾ ഉണ്ടാകാനൊക്കെ നമ്മളെ സഹായിക്കും. അതിപ്പോൾ ധ്യാനം എല്ലാവരും കൂടണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ സമാധാനം തരുന്നത് അത് കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ഉപദേശം തൽക്കാലം തീർന്നിരിക്കുക കേട്ടോ. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.